ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പം 5:30 മണിയായി കേട്ടാ. നമ്മൾ ഓൺലൈൻ ആക്കുകയാണ് കേട്ടാ. അപ്പൊ നമ്മള് യൂബർ ഓൺ ആക്കുകയാണ്. യൂബർ ഓൺ ആക്കി. ഇനി റാപ്പിഡോ. റാപ്പിഡോ ഓൺ ആക്കി. ഇനിയിപ്പം ഒലയില് ഒരാളെ പ്ലാൻ കഴിഞ്ഞിടക്കാണ്. അത് നമുക്ക് റീചാർജ് ചെയ്യാം. 149 രൂപയ്ക്ക് ചെയ്യാണ് കേട്ടോ. പ്ലാന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രിപ്പ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കുണ്ടന്നൂർ പോയി ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം. അങ്ങനെ നമുക്ക് ഒലയിൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് വീണിരിക്കുകയാണ് കേട്ടോ. ഒരു കൃഷ്ണപ്രസാദാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങോട്ടാന്ന് അറിയത്തില്ല കേട്ടോ. ഒലയിലെ അവസ്ഥ ഇപ്പൊ വരുന്നതും പോകുന്നതും എല്ലാം പടപടയെന്നാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് എമൗണ്ട് നോക്കുകയുള്ളൂ. ഒരു 160 രൂപ ട്രിപ്പാണ്. ഏതായാലും ഇവിടുന്ന് ഒരു 2.2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ നമുക്ക് കൃഷ്ണപ്രസാദിനെ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് നെട്ടൂരാണ് കേട്ടാ. നെട്ടൂർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മള് വൈറ്റില് എത്തിയിട്ടോ. വൈറ്റില് മറ്റേ ലോ ഫ്ലവർ ബസ്സൊക്കെ നിർത്തുന്നതിന്റെ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് 260 രൂപ ലഭിച്ചു കേട്ടോ. 260 അല്ല, 270 രൂപ ലഭിച്ചു കേട്ടോ. അത് ഇന്നത്തെ എമൗണ്ട് ആണ്. 279 രൂപ കാണിച്ചതിൽ ഇന്നലത്തെ ഇതുകൊണ്ടോ 158 രൂപ ലഭിച്ചു. ഇന്നലത്തെ അതിന് 169. ഇന്നലത്തെ കുറച്ച് മൈനസ് ബാലൻസ് ഉണ്ടായിരുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് ഇന്നലത്തെ പൈസ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി കഴിയുമ്പോഴേ ആ അക്കൗണ്ടിൽ ഇന്ന് ഓടിയ വാലറ്റ് എമൗണ്ട് കാണിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്യാഷ് കളക്ടർ ആണ് 169 രൂപ. ഫസ്റ്റ് ട്രിപ്പ് ഒലയിലായിരുന്നു ലഭിച്ചത്. ഇപ്പൊ നമ്മൾ വൈറ്റിലയിലാണ്. അപ്പൊ വൈറ്റില എന്ന് തൃപ്പൂണിത്തറ റൂട്ടിലോട്ട് തിരിച്ചിട്ടേക്കാണ്. ബാക്കി ട്രിപ്പ് വരട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് വൈറ്റിലേന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല. നമ്മളിങ്ങനെ നീക്കിയിട്ട് പേട്ട വരെ വന്നു കേട്ടോ. അപ്പൊ പേട്ട വന്നപ്പോ ഏതായാലും ഒരു ഒലയിലൊരു എയർപോർട്ട് അടിച്ചു എന്ന് തോന്നുന്നു. അത് മിന്നായം വന്നാലെ പോയി. തൊട്ട് പുറകെ യൂബറിൽ എയർപോർട്ട് അടിച്ച് നമുക്കത് കിട്ടി. നമ്മളിപ്പോ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഇവിടുന്ന് ഒരു 900 മീറ്റർ അകലെയാണ് കാണിക്കുന്നത്. മരടിന്നാണ്, നമ്മൾ പേട്ടയിൽ കിടക്കായിരുന്നു. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടാ. യൂബറില് ഫസ്റ്റ് ട്രിപ്പ് കൈനീട്ടം എയർപോർട്ട്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ എയർപോർട്ടിൽ ആളെ ഇറക്കി കേട്ടോ. എയർപോർട്ടിൽ ആളെ ഇറക്കി ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ച് അങ്കമാലിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് അങ്കമാലി ചെന്നിട്ട് പറയാം കേട്ടാ.
ആള് വെയിറ്റിംഗിലായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത ആളെ പിക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ റെയിൽവേ ഗേറ്റഡ് ആണ്. അപ്പൊ ഇച്ചിരി ടൈം കിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രിപ്പിന്റെ ഫെയർ ഡീറ്റെയിൽസ് പറയാം. മൊത്തം 32.70 കിലോമീറ്റർ ആയിരുന്നു. അപ്പൊ ടി.കെ. ഷൺമാധരൻ റോഡ് മരടിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടായിരുന്നു. 1010 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. നമുക്ക് ലഭിച്ചത് 670 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് കാലടി റൂട്ടിൽ വന്ന ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1070 രൂപ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഇവിടെ റെയിൽവേ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഗേറ്റ് തുറന്നാലേ നമുക്ക് അപ്പുറത്തോട്ട് പോക്ക് നടക്കും. എന്നാ അവിടെ ആളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അഡ്വാൻസ് ട്രിപ്പ് അടിച്ചുകൊണ്ട് നമ്മളത് എടുത്തു. ഇനിയിപ്പോ ചായ കൂടി അങ്കമാലി ചെന്നിട്ടാകാം. ഓക്കെ, അങ്കമാലി ഇനി എങ്ങോട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അത് ഈസ്റ്ററിന്റെ അന്നായിരുന്നു. അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ ഒരു പോക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരം തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പൊ ട്രെയിൻ വരും, വരും. അതെ, ഇവിടുന്ന് ഇത് കഴിഞ്ഞില്ലേ? ഇത് കുറെ ഉണ്ടല്ലോ. ഓക്കെ, ട്രെയിൻ പോയി. ഇനി ഏകാനും നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കപ്പെടുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് മലയാറ്റൂര് മഞ്ഞപ്പുറ ഭാഗത്താണ് കേട്ടാ. അപ്പൊ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിലോട്ടായിരുന്നു. നമുക്ക് എവിടെ നിന്നാണ് മരടിന്ന് കിട്ടിയ ട്രിപ്പ് കേട്ടാ. മരടിന്നല്ല, എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് അപ്പോളോ ഹോസ്പിറ്റലിലോട്ടായിരുന്നു. അപ്പോളോയിൽ ഇറക്കി നമ്മള് തിരിച്ച് അങ്കമാലിക്ക് വരുന്ന വഴിക്ക് നമുക്ക് ട്രിപ്പ് അടിച്ചു. അത് പിന്നെ കാക്കനാട്ടേക്കാണ് കേട്ടാ. ഇതിപ്പോ ഒരു ഉള്ളേരിയാണ്, കാക്കനാട്ടേക്കാണ്. അപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മെസ്സേജ് ഇട്ടു, കോള് പോകുന്നില്ല എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഇൻകമിങ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നു. കളമശ്ശേരി പോട്ടെ, അങ്കമാലിന്ന് മഞ്ഞപ്പുറ റൂട്ട് കയറി പോന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഈ ഒരു 1.5 കിലോമീറ്റർ അങ്ങനെ ഉണ്ട് കേട്ടാ. ഞാൻ ആദ്യം ഒന്ന് മടിച്ചു, കാരണം ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു പോകാൻ. അപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പൊ പിന്നെ ഫേക്ക് ആണോ എന്നൊരു സംശയം. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ അവരും ഇങ്ങോട്ട് റിപ്ലൈ വന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോള് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജെനുവിനാണെന്ന് തോന്നുന്നു. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ 1 കിലോമീറ്റർ കൊണ്ടേ ഉള്ളു കേട്ടാ. നമ്മളിപ്പുറത്തെ റോട്ടിൽ വന്ന് കയറി. അപ്പൊ കാക്കനാടാണ്. 770 രൂപ ഫെയർ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും നമ്മള് 770 രൂപയോളം കിട്ടൂലോ. വെറുതെ ഈ ഷട്ടിലടിച്ച് ചെറുതടിച്ച് പ്രാന്താകണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് എടുത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പം ഗോൾഡ് സൂക്കിന്റെ ആ ഭാഗത്താണ്. ആ ഗോൾഡ് സൂക്ക് അവിടെ വന്നേക്കാണ്. അങ്ങോട്ടത്തേക്കായിരുന്നു, ചക്രപ്പറമ്പായിരുന്നു നമുക്ക് ഡ്രോപ്പ് വന്നിരുന്നത്. അതായത് അങ്കമാലി മലയാറ്റൂർ ഉള്ളിലോട്ടുന്നതാണ് കേട്ടോ. അങ്കമാലിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതില് നമ്മളിപ്പോ 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആ ഇതൊന്ന് കണ്ടുപിടിക്കാൻ കുറെ പാടുപെട്ട്. ഏതായാലും നമ്മളിവിടെ നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. തവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ. തവളപ്പാറയിൽ നിന്ന് വൈറ്റില പൊന്നുരുന്നി അങ്ങോട്ടായിരുന്നു ട്രിപ്പ്.
അവിടെ ആളെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ചായ കുടിക്കാത്തതുകൊണ്ട് അവിടെ വെച്ച് ഓഫാക്കി. ഇപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. 702 രൂപ നമുക്ക് ആ ട്രിപ്പിൽ ലഭിച്ചു കേട്ടാ. 853 ക്യാഷ് കളക്റ്റഡ്, 702 നമുക്ക് ലഭിച്ചു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യൂബർ പോലെയും റാപ്പിഡോയില് ട്രിപ്പ് വന്നത് മിസ്സായിപ്പോയി. ഇത് ട്രിപ്പ് വരുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ വൈബ്രേറ്റ് വന്നു, പക്ഷെ കുറെ ലേറ്റ് ആയിട്ടാണ് ട്രിപ്പ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞത്. ഫോർട്ടുകൊച്ചിക്കായിരുന്നു, ഒരു 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് മിസ്സായിപ്പോയി, വേറെ ആരോ എടുത്തു. അപ്പൊ അതായത് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാണ്, ചാടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് വരട്ടാ. ഓക്കെ, ബിവറേജിന്റെ അവിടെയാണ് കേട്ടാ, പൊന്നൂരിന്ന് ബിവറേജിന്റെ അവിടെയാണ്, ഗോൾഡ് സ്റ്റോക്കിന് ഇപ്പുറമുള്ള. ഓക്കെ, നമുക്ക് ഒലയിലൊരു ട്രിപ്പ് കിട്ടിയേക്കാണ് കേട്ടാ. എങ്ങോട്ടാന്ന് അറിയില്ല, കടവന്ത്രക്കാന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ പോയി എടുക്കണം. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് എടുത്ത് കടവന്ത്രയിൽ എത്തിക്കാം. 2 കിലോമീറ്റർ ഉണ്ട്, വെയിറ്റ് ചെയ്യുമെന്നറിയില്ല. ഏതായാലും നമുക്ക് ചെല്ലാം. ഓക്കെ, 140 രൂപ, 140 150 അങ്ങോട്ടാ കാണിച്ചേ. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ. നമ്മളിപ്പോ പനമ്പള്ളിനാറാണ് കേട്ടോ. ആ ട്രിപ്പ് കൊച്ചു കടവന്ത്രക്കായിരുന്നു. നമുക്ക് 141 രൂപ ലഭിച്ചു കേട്ടോ. 160 രൂപ ക്യാഷ് കളക്റ്റഡ്, അതിന്റെ 18 രൂപ GST കഴിഞ്ഞിട്ട് 141 രൂപ കിട്ടിയത് നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വീണ്ടും യൂബറും റാപ്പിഡോയും എല്ലാം കൂടെ ഓൺ ആക്കിയിട്ടേക്കാണ്. അപ്പൊ അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളിപ്പോ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെയാണ്, അവിടെ ആ കാണുന്നതാണ് പാസ്പോർട്ട് ഓഫീസ്. ഇവിടെ ഇച്ചിരി തണലേ ഉള്ളൂ. ആയാലും വണ്ടി വെയിലത്താണ്, നമുക്ക് വണ്ടി വെയിലത്തിട്ടിട്ട് നമുക്ക് പോയി തണലത്തിരിക്കാം, അതേ നിർവാഹമുള്ളൂ. ഓക്കെ, ട്രിപ്പ് പറ്റാട്ടാ. അപ്പൊ നമുക്ക് പനമ്പള്ളിനാറി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പനമ്പള്ളിനാറി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ച് മരടിലോട്ടായിരുന്നു. അത് അടിച്ചിട്ട് കിട്ടിയില്ല, തൊട്ട് പുറകെ കാക്കാടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കിട്ടി. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇരുന്നിടത്തുനിന്ന് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിനങ്ങ് കയറാലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് പനമ്പള്ളിനാറിൽ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാൻസൽ ചെയ്യുമോ എന്നറിയില്ല. ഒരു കാർത്തികയാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. കാർത്തികനെ നമുക്ക് കാക്കനാട് എത്തിക്കാം. അവിടെ ചെല്ലുമ്പോ ഉച്ചയൂണിന്റെ ടൈം ആവും, നമുക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാം. ഓക്കെ, കുറെ നേരം അവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുന്നു. റാപ്പിഡോയില് 120 ട്രിപ്പൊക്കെ നിന്നടിക്കുന്നുണ്ട്. എന്നാ ഒരു 16 വന്ന് ഒരു 14 കിലോമീറ്ററിന്റെ വന്ന്, അത് ഒരെണ്ണം ഫോർട്ടുകൊച്ചി, ഒരെണ്ണം പുത്തൻകുരിശ്. വലുതൊന്നും ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. ചെറുത് ആർക്കും വേണ്ടെങ്കിൽ അങ്ങനെ കിടന്നടിച്ചോളൂ. ഏതായാലും നമ്മള് ആളെ പിക്ക് ചെയ്യാറാ എത്തിയേട്ടാ. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ സ്മാർട്ട് സിറ്റിയുടെ അവിടെയാണ് കേട്ടാ. അപ്പൊ നമ്മള് ഒലയില് 3ാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് കേട്ടോ, നമുക്ക് 309 310 രൂപ, 309.97 പൈസ. അപ്പൊ നമുക്ക് 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 13.4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 36 മിനിറ്റില് ഫിനിഷ് ചെയ്തു. നമുക്ക് 325 രൂപ ലഭിച്ചു. അതിൽ 15 രൂപ 50 പൈസ ഇതുണ്ട്, GST പെയ്ഡ് ടു ഗവൺമെന്റ്. ഗവൺമെന്റിലോട്ട് GST അടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് 310 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എല്ലാം പിന്നെ ഓൺ ആക്കിയിട്ടുണ്ട്. 460 രൂപ യൂബർ ഒലയിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. 460 അല്ല, ഈ കാണുന്ന എമൗണ്ട് ആണ് നമ്മൾ ഓടിയേക്കുന്നത്, 610 രൂപ. അതിൽ ഈ എമൗണ്ട് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് കാണിച്ചേക്കുന്നത് കേട്ടാ. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ട്രിപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കേട്ടാ.
വണ്ടി ചൂടത്ത് നടക്കുന്ന ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. നോക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. സ്മാർട്ട് സിറ്റിയിൽ അവിടുന്ന് ട്രിപ്പ് ലഭിക്കാത്തത് നമ്മൾ കാക്കനാട് ഭാഗത്തോട്ട് പോവാണ്. വെയിലാണ്, ഭയങ്കര വെയിലാണ്. അപ്പൊ ട്രിപ്പ് ലഭിക്കാത്തത് കൊണ്ടും പിന്നെ 1 മണി സമയമല്ലേ, അവിടെ പോയി ഊണ് കഴിക്കാം. അവിടെ ഒരു അമ്മച്ചിയുടെ കടയുണ്ട്, അവിടെ പോയി ഊണ് കഴിച്ച് തൃപ്പൂണിത്തുറ. നമുക്ക് തൃപ്പൂണിത്തുറ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫോ പാർക്ക് കാർണിവൽ, അത് കൊള്ളാം. അപ്പൊ നമുക്ക് തൃപ്പൂണിത്തുറ അടിച്ചേക്കാണ് കേട്ടാ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇട്ടിട്ട് നമുക്ക് മിൽമേ പോയി ഊണ് കഴിക്കാം. ഓക്കെ, ഒത്തിരി നായി മിൽമേന്നൊക്കെ ഊണ് കഴിച്ചിട്ട്. മിൽമേന്ന് ഇറങ്ങിയ പിന്നെ മിൽമേന്ന് ഊണ് കഴിച്ചിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് മിൽമേ പോയി ഊണ് കഴിക്കാം. ഓക്കെ, നമുക്കപ്പ ഇൻഫോ പാർക്കിൽ നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് മിൽമേന്ന് ഊണൊക്കെ കഴിഞ്ഞേട്ടാ. മിൽമേന്ന് ഊണൊക്കെ കഴിഞ്ഞിറങ്ങി നമുക്ക് ഇത് ഓണാക്കി. അപ്പൊ തന്നെ നമുക്ക് ഒലയിലൊരു നോർത്ത് റെയിൽവേ സ്റ്റേഷനാന്ന് തോന്നുന്നു കേട്ടാ. അയ്യപ്പൻകാവെന്നും പറഞ്ഞാ വന്നേ. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് ചാൻസ് കൂടുതൽ. ആ ട്രിപ്പ് ലഭിച്ചു. നമ്മളത് പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ആള് വടക്കേക്കോട്ടെ വെയിറ്റ് ചെയ്യാണ് കേട്ടാ. ഓക്കെ, ഒരു നീനു പവിത്രനാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് നീനുവിനെ പിക്ക് ചെയ്യാം. ഓക്കെ, അയ്യപ്പൻകാവിൽ ആളെ ഇറക്കി കേട്ടാ. റെയിൽവേ സ്റ്റേഷൻ അല്ല, അയ്യപ്പൻകാവ് തന്നെയായിരുന്നു. അപ്പൊ ആളെ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് കേട്ടോ അവരുടെ അങ്ങോട്ട് പോയ ട്രിപ്പ്. 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 10.5 255 രൂപ കിട്ടി കേട്ടാ. 26 മിനിറ്റില് ക്ലോസ് ചെയ്തു. അത് ഡിജിറ്റൽ പേയ്മെന്റ് ആയിരുന്നു. അതായത് യൂബറിന്റെ കാർഡ് പേയ്മെന്റ് പോലെയൊക്കെ സംഭവം, അതൊക്കെ തന്നെ അവരുടെ വാലറ്റിൽ അടയ്ക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് നാളെ പകല് 12 മണിയൊക്കെ ആകുമ്പോഴേ നമ്മുടെ അക്കൗണ്ടിൽ കയറുള്ളൂ. GST ആണ്. അതില് 12 രൂപ 12.80 GST പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് GST കാണാനിക്കല്ലോ. GST പെയ്ഡ് ടു ഗവൺമെന്റ്. അതും കഴിഞ്ഞ് നമ്മളിപ്പോ മണപ്പാട്ടിപ്പറമ്പിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാ ട്രിപ്പ് അടിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് ഒലയിലൊരു എയർപോർട്ട് വന്നായിരുന്നു. ഞാൻ ചാടി വീണ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഭയങ്കര സ്പീഡായിരുന്നു. ഏതായാലും അടുത്ത ഇങ്ങോട്ടെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടാ. വേണ്ട, നമ്മളത് ഇതാണ് ഗോകുലം കൺവെൻഷൻ സെന്റർ ആണ് ഈ കാണുന്നത്. ഇത് പോത്തീസിന്റെ കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ കിടന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ഇന്റർസിറ്റി അടിച്ചേക്കാണ് കേട്ടാ. യൂബറിലാണ്. പക്ഷെ ഇത് സ്ഥലം എനിക്കത് മനസ്സിലായില്ല. മീനാക്ഷിപുരോ അങ്ങനെ ഉണ്ടെന്നോ സ്ഥലപ്പേര് പറഞ്ഞ കണ്ടവർ. ഏതായാലും ഒരു ലിസി ഹോസ്പിറ്റലിൽ നിന്നാണ് പേഷ്യന്റ് ആകാനാണ് കേട്ടോ വഴി. ഏതായാലും നമുക്കത് പിക്ക് ചെയ്യാം. 1300 രൂപയാണ് ഫെയർ കാണിച്ചത്. ഓക്കെ, നമ്മളിപ്പോ ചാലക്കുടിയിൽ നിന്ന് പോന്നു കേട്ടോ. ചാലക്കുടിയിൽ ഒരു 10 മിനിറ്റ് കിടന്ന് നോക്കിയാ നമുക്ക് അവിടെ നിന്ന് ട്രിപ്പ് ലഭിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് പോന്നു. നമ്മൾ അങ്ങോട്ട് പോയ വഴിയെ തന്നെ ആട്ടാ തിരിച്ചു പോരുന്നത്. കാരണം ഹൈവേ കംപ്ലീറ്റ് ബ്ലോക്കാണ്. വെറുതെ എന്തിനാ ബ്ലോക്കിൽ കിടന്നു. ഇതാകുമ്പോ സെയിം ദൂരം ഒരു 7 കിലോമീറ്റർ കൂടുതൽ ഓടണം. ആ 7 കിലോമീറ്ററിന് വേണ്ടി നമ്മളെന്തിനാ ആ ബ്ലോക്കിൽ കിടന്ന് ചാകുന്നത്? 2-3 മണിക്കൂർ എടുക്കും അതിനകത്തത് പോവാണ്. എന്ത് കാര്യമായിരിക്കും. അപ്പൊ അതിലും വേറെ ഇതിലെ ചാടി ഇനി എങ്ങനെ വല്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മള് അത്താണി ലക്ഷ്യമാക്കിയാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, നമ്മള് തൃശ്ശൂരും പോട്ടെ ചാലക്കുടിന്ന് കാലിക്ക് പോരുവാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ 1-2 സ്ഥലത്ത് നിർത്തി. പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ല. നമുക്ക് ആ പോക്ക് നഷ്ടമായി പോയി. നമ്മളിപ്പോ അത്താണി പാസ് ചെയ്തു കേട്ടാ. എയർപോർട്ടിന്റെ അവിടെ നിന്ന് പാസ് ചെയ്തു.
അപ്പൊ നമ്മള് പതുക്കെ അങ്ങ് എറണാകുളം സൈഡിലോട്ട് വീടിന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ആലുവയെ 10 മിനിറ്റ് നിർത്തി നോക്കാം. ട്രിപ്പ് വല്ലതും അടിക്കുമോന്ന് അറിയില്ല. ഏതായാലും കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ശകലം നേരം കൂടെ നിർത്തി നോക്കാം. ആകെ നഷ്ടമായി പോയി. നമ്മളിപ്പോ ആലുവയിലാണ് കേട്ടോ ഉള്ളത്. ആലുവ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു തൃക്കാക്കര ട്രിപ്പ് അടിച്ചായിരുന്നു. പക്ഷെ നമ്മൾ എടുക്കാൻ ഒരു 10 മീറ്റർ ഇപ്പുറം വന്നപ്പോഴത്തേക്ക് ആള് ക്യാൻസൽ ചെയ്തു. ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ട് അടിക്കുന്നത് അറിയാൻ പാടില്ല. നമ്മള് വൈറ്റിലെ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ നമ്മള് എവിടുന്ന ചാലക്കുടിന്ന് ഇവിടം വരെ നമ്മൾ കാരിക്ക് പോകുന്നു കേട്ടോ. അത് 57 കിലോമീറ്റർ. ആ പോക്ക് നഷ്ടമായി പോട്ടോ. പെരുത്ത നഷ്ടമായിപ്പോയി. ഒരു രക്ഷയില്ലാത്ത നഷ്ടമായിപ്പോയി. അപ്പൊ ഏതായാലും നമ്മള് 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. യൂബറിൽ 5, ഒലയില് 4. ഇപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇന്ന് ഭയങ്കര ആകെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. കാരണം ഭയങ്കര അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് നമുക്ക് നഷ്ടമായിപ്പോയി. ഒറ്റ ട്രിപ്പ് പോലും തന്നില്ല. എടപ്പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 112ന്റെ ട്രിപ്പ് വന്നേക്കുന്നു. ഇന്ന് പോടാവേന്നും പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറി പോന്നു. അല്ല, അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് അയ്യോ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ചാലക്കുടി പോയത് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഏൺ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3997 കേട്ടോ. 4000 രൂപ തയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ, 1600 രൂപയുടെ ഗ്യാസായി. ഭയങ്കര നഷ്ടമായിപ്പോയി ഇന്നത്തെ ദിവസം. അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.